ഹലോ, ഗുഡ് മോർണിംഗ് എവ്രി വൺ. നമ്മുടെ കൊറോണയുടെ സമയത്ത് ഒരു യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയായിരുന്നു. കാരണം നമ്മളധികം പേരും ജോലിയൊന്നും ഇല്ലാണ്ട് അകത്തിരിക്കുകയായിരുന്നല്ലോ. ഞാൻ അന്ന് ഹോസ്പിറ്റലിലായിരുന്നത് കൊണ്ട് എനിക്ക് വർക്കിന് പോകണമായിരുന്നു. പക്ഷെ ഒരുപാട് സമയം കിട്ടിണ്ടായിരുന്ന ഒരു സമയമായിരുന്നു ആ കൊറോണ സമയം. അപ്പം നമ്മളൊരു ചാനലൊക്കെ തുടങ്ങി. പിന്നെ അതിനുശേഷം എന്താ പറയുക, യൂണിവേഴ്സിറ്റിയിലൊക്കെ കയറിയതിന് ശേഷം ഒട്ടുമേ സമയം കിട്ടണില്ല. അതുകൊണ്ട് വീഡിയോസ് ഒന്നും ചെയ്യാറില്ല. പക്ഷേ ഞാനിപ്പോൾ ഈ കഴിഞ്ഞ 1-2 ദിവസങ്ങൾ പല പല റീൽസും കാണുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ പറയണം എന്ന് തോന്നും കേട്ടോ. പക്ഷെ ഒന്നാമത് സമയമില്ല, പിന്നെ രണ്ടാമത് ഞാൻ വിചാരിക്കും എല്ലാവരും ഇപ്പോൾ ഈ റീൽസിൽ എല്ലാവരും അവരുടേതായ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ഈ നേരമില്ലാത്തടത്ത് എന്തിനൊക്കെ പറയാനിരിക്കണേന്ന് വിചാരിച്ച് അങ്ങനെ തള്ളി വിടും. പക്ഷേ എനിക്ക് അങ്ങോട്ട് പല പല വീഡിയോകൾ കണ്ടിട്ട് അങ്ങോട്ട് പറയാതിരിക്കാൻ പറ്റണില്ല. അപ്പം അതുകൊണ്ട് ഞാൻ എൻ്റെ ഒരു ഒപ്പീനിയൻ അല്ലെങ്കിൽ എൻ്റെ ഒരു കാഴ്ചപ്പാട് ഈ കണ്ട 1-2 വീഡിയോസിനെ പറ്റി പറയാമെന്ന് ഓർത്തിട്ടാട്ടോ ഞാനിത് ഇടണേ. അപ്പം ഇപ്പോൾ കുറേ പെൺകുട്ടികൾ ഇങ്ങനെ എന്താ പറയുക, കുഞ്ഞുവായൽ വലിയ വർത്താന്ന് പറഞ്ഞ പോലെ അധികം പ്രായമില്ലാത്ത കുട്ടികളൊക്കെയാണ് കണ്ടിട്ട് 8ഉം 10ഉം കൂടി വന്ന ഒരു 13-14 വയസ്സൊക്കെ ഉണ്ടാവും ചില കുട്ടികളൊക്കെ. അപ്പം അങ്ങനെ അധികം പ്രായമൊന്നുമില്ലാത്ത പിള്ളേരും പ്രായമുള്ളവരും എല്ലാ ഏജിൽ പെട്ടവരും പ്രത്യേകിച്ച് പെൺകുട്ടികളാണ് ഈ വന്ന് പറയണത്. ഞങ്ങൾ കെട്ടിച്ച് വിട്ടാലും ഞങ്ങൾക്ക് തിരിച്ചു വരാം, പക്ഷെ ഞങ്ങൾ കിട്ടണില്ലെങ്കിലോ ഞങ്ങൾക്ക് കെട്ടണം. അപ്പോൾ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ്, ഇപ്പോൾ കുറേ വീഡിയോസ് നമ്മളെല്ലാവരും കാണുന്നുണ്ട് അല്ലേ, പെൺകുട്ടികൾക്ക് കല്യാണം കഴിക്കണ്ടെന്ന് പറഞ്ഞിട്ട് ഒരിത് നമ്മൾ ഇഷ്ടംപോലെ കാണുന്നുണ്ട്. അപ്പോൾ അത് ഒരു പരിധി വരെ അവർ പറയുന്നതിനോട് നമുക്ക് യോജിക്കാനും പറ്റും. കാരണം നമ്മൾ ഒരുപാട് പെൺകുട്ടികൾ കൊല്ലപ്പെടണതും സൂയിസൈഡ് ചെയ്യണതൊക്കെ കണ്ടുല്ലോ. അപ്പോൾ അവരൊന്നും അങ്ങനെ ഒരു ജീവിതം ഡിസേർവ് ചെയ്യുന്നവരായിരുന്നില്ല. എത്രയോ നല്ല മക്കളായിരുന്നു അവരൊക്കെ. പക്ഷേ എന്താ പറയുക, അങ്ങനൊരു സംഭവങ്ങൾ ഉണ്ടായി. അപ്പം അതിൻ്റെ വെളിച്ചത്തിൽ പല പല അഭിപ്രായങ്ങളാണ് പലരും പറയണത്. പക്ഷെ ഈ പറയണ കുട്ടികൾ ഒരു അതുപോലെ അവരെ സപ്പോർട്ട് ചെയ്യുന്ന വലിയൊരു കാര്യം മനസ്സിലാക്കുന്നുണ്ടോയെന്ന് എനിക്കൊരു ഡൗട്ട്. അതായത് നമ്മുടെ സമൂഹത്തിൻ്റെ ബേസിക് യൂണിറ്റാണ് ഫാമിലി എന്ന് പറയണത്. ആ ഫാമിലിയിൽ നിന്നാണ് ഈ പറയണ കുട്ടികളൊക്കെ വന്നിരിക്കണത്. അല്ലാണ്ട് അവർ തന്നെ പൊട്ടിമുളച്ചുണ്ടായതൊന്നല്ല. ഒരു സ്ത്രീയും പുരുഷനും ഒന്നിച്ചപ്പോൾ ഉണ്ടായതാണ് അവർ. അപ്പോൾ ഇപ്പോൾ പിള്ളേരൊക്കെ കല്യാണം കഴിക്കേണ്ടതെന്നാണ് പറയണത്. ആരും അടിയും തുപ്പും കൊള്ളാൻ പറ്റില്ല എന്ന്. ഓക്കെ, നല്ല കാര്യം. പക്ഷേ നമ്മൾ ഒരു വശത്ത് ചിന്തിക്കുമ്പോൾ പെൺകുട്ടികൾ പഠിക്കണം, ജോലി ചെയ്യണം, ജോലി സമ്പാദിക്കണം, ജോലി ചെയ്യണം, 2 കാലുമ്പോൾ നിൽക്കണം, ആരുടെ അടിമയായിട്ട് നിൽക്കണ്ട. അത് വളരെ കറക്റ്റായിട്ടുള്ളൊരു കാര്യമാണ്. അതേസമയം ഈ പെൺകുട്ടികൾ ഞങ്ങൾ കല്യാണം കഴിക്കുന്നില്ല, ഞങ്ങൾക്ക് കാശുണ്ട്, ഞങ്ങൾക്ക് ജോലി ഉണ്ടെന്ന് ഹുങ്കടിച്ച് പറയുമ്പോൾ ഇപ്പോഴത്തെ ഞാൻ ഉണ്ടാക്കി പറയണതല്ല, എവിഡൻസ് ബേസ്ഡ് ആയിട്ട് പറയണതാ. ഒന്ന് അന്വേഷിച്ചാൽ അറിയാം. എത്ര സ്കൂൾ പിള്ളേർ തുടങ്ങി, കോളേജിൽ പഠിക്കുന്ന പിള്ളേർ തുടങ്ങി അബോർഷനും അതുപോലെ കുട്ടികളെ അനാഥരാക്കലും കാര്യങ്ങൾ നടക്കുന്നുണ്ടെന്ന്. അപ്പോൾ പണ്ട് കാലത്ത് ഒരുപാട് പേര് ഒരുപാടല്ല, അപൂർവം കല്യാണം കഴിക്കാത്ത ആണുങ്ങളും പെണ്ണുങ്ങളൊക്കെ ഉണ്ട്. എൻ്റെ പരിചയത്തിലും അറിവിലൊക്കെ ഉണ്ട്. നിങ്ങളുടെ പരിചയത്തിലും അറിവിലുണ്ടാവും തന്നെയാണ് ഞാനും വിചാരിക്കണേ. അവരൊക്കെ പക്ഷേ അവരുടെ ജീവിതത്തിൻ്റെ പർപ്പസ് മീറ്റ് ചെയ്തവരാണ്. അവർ കല്യാണം കഴിച്ചാൽ മാത്രമല്ല ജീവിതത്തിൻ്റെ പർപ്പസ് മീറ്റ് ചെയ്യുക. അവർ കല്യാണം കഴിച്ചില്ല, പക്ഷെ അവർ ജീവിതത്തിൻ്റെ പർപ്പസ് മീറ്റ് ചെയ്തു. നന്നായിട്ട് ജീവിച്ചവർ, ജോലി ചെയ്തിട്ടോ ജോലി ചെയ്യാണ്ടോ അവരവരുടെ മൊറാലിറ്റിന്ന് ഒന്നും ഒരു അണുകട മാറിയിട്ടില്ല. ഇപ്പോഴത്തെ പിള്ളേർ കല്യാണം കഴിക്കേണ്ടെന്ന് പറയും ചെയ്യും. കൂടെ കൊണ്ട് നടക്കേണ്ടത് എന്തുട്ടാ ഈ കോൺട്രാസെപ്റ്റീവ് പിൽസും അതും ഇതും. ഞാൻ പറഞ്ഞില്ല, ഞാൻ അത് ഉണ്ടാക്കി പറയണതല്ല. അപ്പം നിങ്ങൾക്ക് കല്യാണം കഴിക്കണമെങ്കിൽ പിന്നെ നിങ്ങൾ അതിൻ്റേതായ മാന്യതയിൽ ജീവിക്കണം അല്ലേ. അപ്പം നമ്മളൊരു കാര്യം, ഒരു സ്പേസിൽ പോകണം, അല്ലെങ്കിൽ ഒരു ശാസ്ത്രജ്ഞയോ ആവണം, ഒരു ഡോക്ടറാവണം, ഒരു നഴ്സാവണം, ഒരു ടീച്ചറാവണം. എളുപ്പമല്ല, നല്ല ബുദ്ധിമുട്ടുണ്ട് ഈ ജോലിയൊക്കെ കിട്ടണമെങ്കിൽ. ഇനി കിട്ടിക്കഴിഞ്ഞാലോ അതിനേക്കാളും വലിയ കഷ്ടപ്പാട്. എന്തോരം ഇപ്പം ഞാനൊക്കെ കണ്ടേ, ഒരു മിനിറ്റ് ഒഴിവില്ല. ചില നേരത്തൊക്കെ മടുത്ത് പോവും. നമ്മുടെ ലൈഫ് എന്ന് പറഞ്ഞാൽ 24/7 എൻ്റെ ജോബ് എന്ന് പറഞ്ഞാൽ. ഞാനിപ്പോൾ യൂണിവേഴ്സിറ്റിയിൽ സീനിയർ ലെക്ചറായിട്ട് വർക്ക് ചെയ്യുക. നമ്മൾ കുട്ടികളുടെ പാസ്റ്ററൽ കെയർ തുടങ്ങി A to Z നോക്കണം. ചില സമയത്ത് മടുത്ത് പോവും. എളുപ്പമല്ല ജോലി എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഈ ജോലി ചെയ്യണില്ലേ.
കാര്യങ്ങളൊന്നും എളുപ്പമല്ല. പെയിനില്ലാണ്ട് ഗെയിനില്ല. അപ്പം ഈ വിവാഹ ജീവിതം എന്ന് പറയുന്നത് എളുപ്പമൊന്നുമല്ല. അപ്പം അതിൽ കുറേ വിട്ടുവീഴ്ചകളും എല്ലാം ചെയ്യേണ്ടി വരും. എന്ന് വിചാരിച്ച് വിവാഹം വേണ്ടാന്നല്ല, എത്രയോ മനോഹരമായ കുടുംബങ്ങളുണ്ട്, എത്ര സന്തോഷത്തിൽ ജീവിക്കണ എന്താ പറയുക ജനങ്ങളുണ്ട്. അതൊന്നും ഘോഷിക്കപ്പെടുന്നില്ല. ഈ ചില നെഗറ്റീവ്സ് മാത്രമാണ് കൊട്ടിഘോഷിക്കപ്പെടുന്നത്. അപ്പം ഈ കല്യാണം വേണ്ടാന്ന് പറഞ്ഞ് വലിയ ഹുങ്കടിക്കണ പിള്ളേര് ഇതൊക്കെ ഒന്ന് ഇരുത്തി ചിന്തിക്കണത് നല്ലതാ. ഞങ്ങൾ ഈ പറയണതിൻ്റെ എന്ത് ഇൻസൈറ്റ്ഫുൾ തിങ്കിങ് കൂടെയാണ് ഇങ്ങനെ ഒരു തീരുമാനത്തിലെത്തിയത്. ഞാൻ പറയണ എല്ലാവരും കല്യാണം കഴിക്കണം എന്നൊന്നും അല്ല കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, പണ്ടും കല്യാണം കഴിക്കാത്തവരൊക്കെ നന്നായിട്ട് ജീവിച്ച് നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. കല്യാണം കഴിച്ചാൽ മാത്രമൊന്നുമല്ല ജീവിതത്തിൻ്റെ പർപ്പസ് മീറ്റ് ചെയ്യുക. പക്ഷേ ഇവർ ഈ പറയണ കാര്യങ്ങളും ചെയ്യണ പ്രവൃത്തികളും മാച്ച് ആവണില്ല. എല്ലാവരുടെ കാര്യമല്ല കേട്ടോ ഞാൻ പറയണ. ഒത്തിരി കുട്ടികൾ നല്ല മൊറാലിറ്റിയിൽ ജീവിക്കുന്നവരും ഒക്കെ ഉണ്ട്. പക്ഷേ ഞാൻ ഇപ്പോൾ ഭൂരിഭാഗം വരുന്ന ഒരു കുട്ടികളുടെ ചിന്താഗതിയും ഭൂരിഭാഗം വരുന്നവരിപ്പോൾ ചെയ്ത് നടക്കണ കാര്യങ്ങളും കണ്ട് മനസ്സ് വിഷമിച്ചിട്ട് പറയണതാട്ടോ. എന്തൊരു ജീവിക്കണേ പിള്ളേർ. ഈ സ്കൂൾ പിള്ളേരുടെ കയ്യിൽ വരികയാണ് ഈ കോൺട്രാസെപ്റ്റീവ് പിൽസും അതും ഇതും. നമ്മളൊന്നും ഈ പ്രായമായിട്ടും ഈ സാധനങ്ങൾ കണ്ടിട്ടോ അതിനെപ്പറ്റിയുള്ള അറിവും ഇല്ലേ. ഇവർക്കൊക്കെ ഇതിൽ നല്ല PhD. കാരണം ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ നിങ്ങൾ പറയണതും പ്രവർത്തിക്കായിട്ടൊരു ബന്ധമുണ്ടോ നോക്കും മക്കളെ. അതുപോലെ വിവാഹം അങ്ങനെ ഒരു പൊട്ട കാര്യമൊന്നുമല്ല. നമ്മൾ ആരുടെ അടിമയായിട്ടൊന്നും നിൽക്കണ്ട. നമ്മൾ ഒരുവിധം എന്താ പറയുക നല്ലതാണെങ്കിൽ നമുക്കതൊക്കെ ഞാൻ അങ്ങനെ പറ്റാത്തൊരു നല്ലതല്ല എന്നല്ല കേട്ടോ ഞാൻ പറയണേ. അത് അങ്ങനെ ഒരു രീതിയിൽ എടുക്കരുത്. ഓഫ് കോഴ്സ് ചില മാരേജസ് ഇന്നെവിറ്റബിളി ബ്രേക്കപ്പ് ആവേണ്ടതാണ്, അതൊന്നും തർക്കമില്ല. പക്ഷേ മെജോറിറ്റി അങ്ങനെയല്ല. ഇറ്റ്സ് എ ഡിവൈൻ കോൾ ടു ഗെറ്റ് മാരീഡ് അല്ലേ. നമ്മുടെ സമൂഹത്തിൻ്റെ ബേസിക് യൂണിറ്റാണ് ഒരു ഫാമിലികൾ നന്നായാലേ സമൂഹം നന്നാവുള്ളൂ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ കണ്ടില്ലേ, ഒരു 27 വയസ്സായ പയ്യൻ ആരൊക്കെയോ വെടിവെച്ച് കൊന്നു 5-8 പേരെ. അപ്പോൾ ഒരുപാട് മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസ്, സൂയിസൈഡ്സ്, മേർഡറിങ് ഇതൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ്? പണ്ടും ഉണ്ടായിരുന്നു, പക്ഷെ പണ്ടത്തെ അപേക്ഷിച്ച് കൂടുതലല്ല ഇപ്പോൾ. കാരണം ഇപ്പോൾ അപ്പനും അമ്മയും ജോലിക്ക് പോവുക, കുട്ടികളെ ഒന്നും നോക്കാൻ നേരമില്ല. പണ്ട് ഈ ലേഡീസ് ജോലിക്ക് പോകണ്ടായിരുന്നില്ല. അവർ കുട്ടികൾക്ക് വേണ്ടുന്ന ധാർമ്മികമായ എന്താ പറയുക ധാർമ്മികവും എനിക്കതിൻ്റെ വാക്കുകൾ അങ്ങോട്ട് വരുന്നില്ല. നല്ല രീതിയിൽ കുട്ടികളെ വളർത്തണമെങ്കിൽ 2 പേരൻസും ജോലി ചെയ്താൽ പറ്റില്ല. ഞാനും ജോലി ചെയ്യണ്ട കേട്ടോ. ഞാൻ ഇതിനൊന്നും എഗെയിൻസ്റ്റ് അല്ല. ഞാൻ പറയുന്നത് എല്ലാത്തിനും ഒരു ബാലൻസ് വേണം. 2 എക്സ്ട്രീമിലേക്ക് പോവല്ല. ഒന്നുമില്ല കല്യാണം കഴിച്ച് അടിച്ച് പിരിഞ്ഞ് അല്ലെങ്കിൽ കല്യാണം അങ്ങനെയല്ല വേണ്ടതെന്നാണ് ഞാൻ പറയണത്. നമുക്ക് എല്ലാത്തിനും ഒരു ബാലൻസ് വേണം. എല്ലാത്തിനും അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ കുട്ടികൾ ഒരു വീണ്ടും വിചാരമില്ലാണ്ട് വെറുതെ വായ തോന്നി ഇത് കോതയ്ക്ക് പാട്ടെന്നും പറഞ്ഞ് പറയലും ചെയ്യലും ആയാൽ അത് ഒരു നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ആൺകുട്ടികളും പെൺകുട്ടികളൊക്കെ ചിന്തിക്കേണ്ട കാര്യമാണ് എപ്പോഴാണ് കല്യാണം കഴിക്കേണ്ടത്, കല്യാണം കഴിച്ച പാർട്ട്ണറെ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യേണ്ടതെന്നൊക്കെ 2 കൂട്ടരും പഠിക്കണം. അല്ലാണ്ട് കല്യാണമേ വേണ്ടാന്ന് വെച്ച് തോന്നിയ പോലെ അങ്ങോട്ട് ജീവിക്കലല്ല അതിൻ്റെ ശരി. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഈ ഒരുപാട് മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസും ക്രൈംസും ഒക്കെ കൂടി വരുന്ന ഹെൽത്തിൻ്റെ പല കാരണങ്ങളുണ്ട്. അതിലത്തെ ഒരു കാരണം എന്ന് പറയുന്നത് പാരൻസിന് കുട്ടികളെ നോക്കാൻ സമയമില്ല. പണ്ടാണെങ്കിൽ അറ്റ്ലീസ്റ്റ് 1 പാരൻറ്റ് അവൈലബിൾ ആണ് കുട്ടികൾക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനും കുട്ടികളുടെ കൂടെ ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യാനും ഒക്കെ. ഇതോടടാ ഓട്ട. ഞാൻ ഉൾപ്പെടെയുള്ളവരുടെ കാര്യമാണ് കേട്ടോ പറയണേ. ഹസ്ബൻഡും വൈഫും ഓടടാ ഓട്ടം. എന്തോരം കാശുണ്ടായാലും കൂടിക്കണക്കിന് കാശുണ്ടായിട്ടും മതിയാവാണ്ട് ഓടണവരെ ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ കുട്ടികൾ ഓരോ തലയ്ക്ക് അങ്ങോട്ട് പോവും, അത്രേ ഉള്ളൂ കാര്യം. അപ്പോൾ എന്നെ സംബന്ധിച്ച് നല്ലൊരു സ്നേഹനിധിയായ നന്നായി നോക്കണ ഒരു ഭർത്താവ് ഉണ്ടെങ്കിൽ എനിക്കതാ ഇഷ്ടം. എനിക്ക് ജോലിക്ക് പോകേണ്ട കാര്യമില്ല. ഞാൻ കുറച്ച് നാളൊക്കെ ജോലിക്ക് പോകേണ്ടി ഇരുന്നിട്ടുമുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ഞാൻ പഠിച്ചിട്ടുണ്ട്, എനിക്ക് ജോലി ഉണ്ടെന്ന് പറഞ്ഞ് ഞാൻ ജോലിക്ക് പോയി തുടങ്ങി. അപ്പോൾ നമ്മളെ നന്നായി നോക്കി നമുക്ക് ജീവിക്കാൻ പറ്റിയ സാഹചര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജോലിക്ക് പോകണമെന്നൊന്നും ഒരു നിർബന്ധവും ഇല്ല. എല്ലാ ആണുങ്ങളും പൊട്ടയൊന്നുമല്ല. അപ്പോൾ എല്ലാ ആണുങ്ങളും പൊട്ടയല്ല, എല്ലാ പെണ്ണുങ്ങളും പൊട്ടയല്ല.
നല്ലതും പൊട്ടയൊക്കെ എല്ലാറ്റിലും ഉണ്ട്. നമ്മൾ എല്ലാറ്റിൻ്റെ ഒരു ബാലൻസിൽ വേണം പോവാനായിട്ട്. അല്ലാണ്ട് ഇതിപ്പോൾ ഫോൺ തുറന്നാൽ ഈ വക റീൽസാ. ഈ കുട്ടികൾ, ചെറിയ കുട്ടികളാണ് വന്ന് പറയണേ കല്യാണം കഴിച്ച് പോയാലും തിരിച്ചു വരാം. ഞങ്ങളതിന് കല്യാണം കഴിച്ച് പോകില്ല, കല്യാണം കഴിക്കില്ലെങ്കിൽ നിങ്ങൾ എന്തൊട്ട് ചെയ്യാം? ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. എൻ്റെ മക്കളെ വളർത്താനും കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനും നമുക്ക് പറ്റുള്ളൂ. പിന്നെയൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. ബുദ്ധി ഉറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് പിന്നെ നിങ്ങളുടേതായ ലോകമാണ്. ഞാൻ മെച്ചുറായി, ഇനി എനിക്ക് എൻ്റെ തീരുമാനം എടുക്കാം. അപ്പോൾ മെച്ചുവർ ആവണ വരെ നിങ്ങളെ ഈ നിലയിൽ എത്തിക്കാൻ കഷ്ടപ്പെട്ട പാരൻസിന് പിന്നെ ഒരു സ്ഥാനം ഇല്ലാണ്ടാവണം അവിടെ. അപ്പോൾ ഇന്നത്തെ യൂത്ത് ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കാനുണ്ട്, റിഫ്ലക്റ്റ് ചെയ്യാനുണ്ട്. തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുൻപ് ഇതൊക്കെ ചെയ്യണം, എന്നിട്ട് വേണം ഒരു തീരുമാനം എടുക്കാൻ. ഒരു തീരുമാനവും അതാണ് ശരി, ഇതാണ് ശരി, കല്യാണം കഴിക്കേണ്ടതാണ് ശരി, കഴിക്കാത്തതാണ് ശരി എന്നൊന്നും ഞാൻ പറയണില്ല. എല്ലാറ്റിലും ശരിയും തെറ്റൊക്കെ ഉണ്ട്. ചിലരുടെ സിറ്റുവേഷനിൽ നമുക്ക് കല്യാണം കഴിക്കാൻ പറ്റില്ല. അതേസമയം എല്ലാവരും ആ ഒരു ട്രെൻഡ് പിടിച്ച് പോണ കാണുമ്പോഴാണ് ഇപ്പോൾ ബോയ്സൊക്കെ പറയണ പിള്ളേരെ കിട്ടാനില്ല. ഇപ്പം എൻ്റെ അറിവിലും കുറേ പിള്ളേർ 30+ അല്ല 35+ ആയവർ കല്യാണം കഴിക്കുന്നില്ല. കാരണം ഈ പെൺകുട്ടികൾക്ക് മുഴുവൻ PGയും PhDയും ഇങ്ങനെ കൊമ്പ് പോലെ കൊണ്ടുപിടിച്ച് ഇരിക്കല്ലേ ജോലിയും. അപ്പം അതിനകത്ത് ആൾക്കാരെ കിട്ടാണ്ട് എന്താ കാര്യം എന്നറിയില്ല. എനിവേ ബോയ്സിനൊക്കെ പെൺകുട്ടികളെ കിട്ടാപ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടായിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ഈ പറയുന്നത് വേറൊരു ഇതിൻ്റെ അടിസ്ഥാനത്തിലല്ല കേട്ടോ. ഇങ്ങനെ കുറച്ച് റീൽസും വീഡിയോസും ഒക്കെ കണ്ടപ്പോൾ സമൂഹത്തിൻ്റെ ചിന്താഗതി മൊത്തത്തിൽ അങ്ങോട്ട് മാറുന്നു. അതിൽ കുറേ അഡൾട്ട്സ് വന്നിട്ട് ഭയങ്കര സപ്പോർട്ട് ചെയ്യുന്നതിൽ തെറ്റൊന്നുമില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ അവരെത്രത്തോളം ചിന്തിച്ചിട്ടും ഒക്കെയാണ് ഇത് പറയണത്. അവർക്ക് അതിലെത്രത്തോളം ആഴത്തിലുള്ള അറിവുണ്ട് അതൊന്നും നമ്മൾ ചിന്തിക്കുന്നുണ്ടോ? ഈ സപ്പോർട്ട് ചെയ്യണവർ ചിന്തിക്കുന്നുണ്ടോ എന്നുള്ളതാണ് എൻ്റെ ഒരു ക്വസ്റ്റ്യൻ. അതുപോലെ തന്നെ പഠിച്ച് ജോലി കിട്ടി എന്താ പറയുക 2 കാലുമ്പോൾ നിന്ന് സാവധാനം മതി എന്നാണ് പിന്നെ വേറൊരു കൂട്ടരുടെ. അതിൻ്റെ ഭവിഷ്യത്തുകൾ വേറെ കുറേ ഉണ്ട്. അതിലേക്കൊന്നും ഞാൻ കടക്കണില്ല. നമ്മൾ ഒരു 10-35 വയസ്സായിട്ട് എല്ലാവരും അത് സപ്പോർട്ട് ചെയ്യണം. പക്ഷെ അതിന് എന്തെല്ലാം ദോഷവശങ്ങൾ ഉണ്ടെന്നുള്ളത് ആരും പറഞ്ഞു കൊടുക്കണില്ല. ആ ഒരു ഭാഗം ചിന്തിക്കാനും ഈ കൂട്ടർ തയ്യാറുമല്ല. അപ്പം അതിലേക്കൊന്നും ഞാനിപ്പോൾ ഈ ഒരു വീഡിയോയിൽ പോണില്ല. കാരണം വലിയ വീഡിയോ ഒന്നും കാണാൻ ആർക്കും ഇഷ്ടമല്ല. എല്ലാവർക്കും 1 മിനിറ്റ് റീലാണ്. പക്ഷെ 1 മിനിറ്റ് റീലിൽ എൻ്റെ തോട്ട്സ് എനിക്ക് കൊള്ളിക്കാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് ഞാനൊന്ന് പറഞ്ഞു എന്ന് മാത്രം കേട്ടോ. അപ്പം എൻ്റെ ഈ റീല് കണ്ടേ ഏതെങ്കിലും കുട്ടികൾക്കൊരു 5 മിനിറ്റ് ഇരുന്ന് ചിന്തിക്കണമെന്നോ റിഫ്ലക്റ്റ് ചെയ്യണമെന്നോ തോന്നി, അവർക്ക് എന്തെങ്കിലും അതിൽ കഴമ്പുണ്ടെന്ന് തോന്നിയാൽ ഞാൻ സന്തോഷവതിയായി. അപ്പോൾ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. See you again soon. Bye bye.